നമസ്കാരം. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ അന്തം കമ്മികൾക്ക് തങ്ങളുടെ നേതാക്കളുടെയും സർക്കാരിൻ്റെയും അഴിമതികളെയും ധൂർത്തുകളെയും പിടിപ്പുകേടിനെയും ഒക്കെ കണ്ണുമടച്ച് ന്യായീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും ഒരു കാര്യം മനസ്സിലായി, ഇവന്മാരുടെ തൊലിക്ക് കാണ്ടാമൃഗങ്ങളുടേതിനേക്കാൾ കട്ടിയുണ്ടോ എന്ന്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു കമ്മി എവിടെയെങ്കിലും ഇരുന്ന് ഒരു യുക്തിയുമില്ലാത്ത ന്യായീകരണങ്ങൾ പടച്ചുവിടും. ഒന്നും നോക്കാതെ മറ്റു കമ്മികൾ അത് ഷെയർ ചെയ്യും. ഇപ്പോൾ ഷെയർ ചെയ്യുന്ന പരിപാടിയില്ല, കാരണം ഇത് ന്യായീകരണ ക്യാപ്സൂളാണെന്ന് കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ തന്ത്രം. ഏറ്റവും താഴെ കോപ്പി എന്ന് ചെറുതായി കാണിച്ചിരിക്കും. അത്തരമൊരു കമ്മിയുടെ പോസ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. സപ്ലൈകോയിൽ വില കൂടിയതിനെ കഷ്ടപ്പെട്ട് ന്യായീകരിക്കുകയാണ് കമ്മി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സപ്ലൈകോയിൽ നിന്ന് എല്ലാ മാസവും സബ്സിഡി സാധനങ്ങൾ മേടിക്കുന്ന ആളാണ് ഞാൻ. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയുടെ ഒരറ്റത്തുള്ള പെട്രോൾ പമ്പിലുള്ള ചെറിയ ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ് സാധനം മേടിക്കാറുള്ളത്. ജയ അരി മാസം 15 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 10 കിലോ കിട്ടും, അല്ലെങ്കിൽ 5 കിലോ. പഞ്ചസാര, വെളിച്ചെണ്ണ എന്നിവയാണ് സ്ഥിരമായി ഞാൻ മേടിക്കാറുള്ള സബ്സിഡി ഐറ്റംസ്. ചിലപ്പോൾ മുളകും മല്ലിയും കൂടി വാങ്ങാറുണ്ട്. കഴിഞ്ഞ 2 മാസം മുന്നേ വരെ ഇതിലൊരു സാധനവും എനിക്ക് ഒരിക്കലും കിട്ടാതെ ഇരുന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ സപ്ലൈകോയിൽ ഒരു സാധനവും കിട്ടാനില്ല എന്നത് വസ്തുതയാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസം എൻ്റെ വ്യക്തി ജീവിതത്തിൽ നേരിട്ട് ബാധിച്ചത് ഇക്കാര്യത്തിലാണെന്ന് വേണേൽ പറയാം. കഴിഞ്ഞ ദിവസം സപ്ലൈകോയിലെ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. സ്വാഭാവികമായും വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ ആ വിഷയം വാർത്തയുമാക്കി. നല്ലതു തന്നെ. പക്ഷേ ആ സമയമാണ് കഴിഞ്ഞ 8 വർഷത്തോളമായി മുടക്കം വരാതെ സർക്കാർ സബ്സിഡിയോടെ നൽകിയിരുന്ന ഈ പരിപാടിയെപ്പറ്റി പേരിന് പോലും ഒരു പോസിറ്റീവ് വാർത്ത ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്ന് ഓർത്തത്. ജയ അരിക്ക് 25 രൂപയും പഞ്ചസാരയ്ക്ക് 22 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 46 രൂപയുമായിരുന്നത് ഇപ്പോൾ യഥാക്രമം 29, 28, 55 എന്നിങ്ങനെ വില കൂടിയിട്ടുണ്ട്. എൻ്റെ മാസ ബഡ്ജറ്റിൽ ഇത് കാരണം 54 രൂപയുടെ വർധനവ് ഉണ്ടാവും. വല്ലപ്പോഴുമാണെങ്കിലും മുളകും മല്ലിയും മേടിക്കുന്ന മാസങ്ങളിൽ ഇത് 100 രൂപയുടെയെങ്കിലും വർധനവുണ്ടാക്കും. പക്ഷേ കഴിഞ്ഞ 2 മാസമായി സപ്ലൈകോയിൽ സാധനങ്ങളില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ പൂർണ്ണമായും വാങ്ങേണ്ടി വന്നു. സപ്ലൈകോയിൽ നിന്ന് വാങ്ങിയാലും ഇതൊക്കെ പുറത്തുനിന്നും കൂടി വാങ്ങേണ്ടി വരാറുണ്ട് എല്ലാ മാസവും. ഞാൻ ആ കണക്ക് ഒന്ന് നോക്കി. ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധാരണ സാധനം മേടിക്കാറുള്ളത്. അവിടെ ജയ അരിക്ക് 50 രൂപയാണ് വില, 47 രൂപയാണ് പഞ്ചസാരയ്ക്ക്, 75 രൂപയാണ് 500 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക്. എല്ലാം കൂടി ചേർത്താൽ 622 രൂപയായി. സപ്ലൈകോയിലെ പഴയ വില അനുസരിച്ച് 318 രൂപ ആയിരുന്നു ഈ സാധനങ്ങൾക്ക്. 304 രൂപ ആയിരുന്നു എൻ്റെ ലാഭം. ആ ലാഭം പുതുക്കിയ വിലപ്രകാരം 250 രൂപയായി കുറയും. പക്ഷേ ആ ലാഭം കിട്ടണമെങ്കിൽ സപ്ലൈകോ നിലനിൽക്കണം, അവിടെ സാധനവും ഉണ്ടാവണം. ബഡ്ജറ്റിൽ സർക്കാർ അതിന് പ്രത്യേകം പണം നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും നിലവിൽ സബ്സിഡി കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും കൊണ്ട് സാധനങ്ങൾ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പോയി തുടങ്ങിയതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. 2016 ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഇനി വില കൂടില്ല എന്ന് പറഞ്ഞൊരു വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ. അതിനെതിരെ എല്ലാ മാസവും എന്നോണം ഓരോ IT സെല്ലുകാർ ഉണ്ടാക്കി വിടുന്ന ട്രോൾ കാണാൻ തുടങ്ങിയപ്പോൾ അതിന് ബില്ല് സഹിതം മറുപടി കൊടുക്കാൻ വേണ്ടി കൂടിയായിരുന്നു. ഓർഡർ ചെയ്താൽ സൂപ്പർ മാർക്കറ്റുകാർ വീട്ടിൽ എത്തിച്ചു തരുന്നതും റേഷൻ കാർഡും സഞ്ചിയും തൂക്കിപ്പോകുന്ന മെനക്കേടും ആലോചിക്കുമ്പോൾ മാസം കിട്ടുന്ന ഈ 300 രൂപ ലാഭം ഒരു ലാഭമായി തന്നെ തോന്നാറില്ല. ബ്രാക്കറ്റിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മിഡിൽ ക്ലാസ് മെന്റാലിറ്റി ഇടയ്ക്ക് ബാധിക്കുന്നുണ്ട് എന്ന്. പക്ഷേ സപ്ലൈകോ യഥാർത്ഥത്തിൽ ചെയ്തു വന്നിരുന്ന സേവനം അതല്ല, അതൊരു ഗംഭീര വിപണി ഇടപെടലായിരുന്നു. 13 നിത്യോപയോഗ സാധനങ്ങളാണെങ്കിലും അതിൻ്റെ വില 2016 മുതൽ വർദ്ധിക്കാതെ നോക്കിയതുവഴി പൊതുവിപണിയിലെ വിലക്കയറ്റം കൂടിയാണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. മാർക്കറ്റിൽ തോന്നിയ പോലെ വില കൂട്ടി വിൽക്കാൻ ഉപഭോഗ സംസ്ഥാനമായിട്ടും കേരളത്തിൽ പറ്റാത്തതും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ വിലക്കയറ്റ സൂചികയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനമായി കേരളം മാറിയതും ആ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് സപ്ലൈകോ നിലനിൽക്കേണ്ടതുണ്ട് ഏറ്റവും ശക്തമായി തന്നെ. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റു സാധനങ്ങളും പരമാവധി അവിടുന്ന് തന്നെ വാങ്ങാനും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സാധനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ചെറുതാണെങ്കിലും ഈ വിലക്കയറ്റവും പ്രയാസത്തിലാക്കുന്ന മനുഷ്യരുണ്ടാവും നമ്മുടെ നാട്ടിലും.
അവരുടെ മാത്രം പ്രതിഷേധങ്ങളോട് ഐക്യപ്പെടുന്നു. അപ്പോഴും അവർക്ക് വേണ്ടി കൂടി ഈ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്നതിനാൽ 35% പരമാവധി സബ്സിഡി എന്ന പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സാധനങ്ങൾ മുന്നത്തെ പോലെ തന്നെ സുലഭമായി ലഭ്യമാക്കുക എന്നതിൽ ശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റിന്റെ മുതലാളി സപ്ലൈകോയെ കുറിച്ചും സർക്കാരിനെ കുറിച്ചും കുറ്റം പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ 2 ദിവസം മുൻപ് കേട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അദ്ദേഹം എൻ്റെ പരിചയക്കാരനായി പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല. തെറ്റിനെ തെറ്റെന്ന് പറയുന്നവനായിരിക്കണം സഖാവ്, അല്ലാതെ പിണറായിയുടെ ആസനവും താങ്ങി നേതാക്കൾ ഛർദ്ദിക്കുന്നതും വിസർജിക്കുന്നതും ഭക്ഷിക്കുന്നത് അഭിമാനമായി കാണുന്നവനല്ല. ഇവരെ പോലെയുള്ളവരെ കൊണ്ട് ഈ നാടിനോ സമൂഹത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക.